ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ആധുനിക ഫോട്ടോഗ്രാഫിയിലെ അത്ഭുതമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഫോട്ടോഗ്രാഫർ ഡഗ് മിൽസ് പകർത്തിയ ചിത്രം. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തലയ്ക്ക് പിന്നിലൂടെ പാഞ്ഞു പോകുന്ന വെടിയുണ്ടയുടെ ചിത്രം പകർത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അതാണ് വലിയ പ്രചാരത്തിൽ ഇപ്പോൾ ഉള്ളത്. ട്രംപ് എന്തെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ഈ വധശ്രമത്തിനിടെ ആണ് ഡഗ് മിൽസ് ചിത്രം ക്യാമറയിൽ പകർത്തിയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം. ശനിയാഴ്ച വൈകിട്ട് പെൻസിൽവാനിയയിൽ ഡൊണാൾഡ് ട്രംപിന്റെ റാലി കവർ ചെയ്യാനിറങ്ങുമ്പോൾ ന്യൂയോർക്ക് ടൈംസ് ഫോട്ടോഗ്രാഫർ ഡഗ് മിൽസിന് ചരിത്രമാകാൻ പോകുന്ന ഒരു ഫോട്ടോ എടുക്കാനാണ് തന്റെ നിയോഗമെന്ന് അറിയില്ലായിരുന്നു. 40 വർഷങ്ങളായി അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പരിപാടികൾ കവർ ചെയ്യുന്നയാളാണ് 64-കാരനായ മിൽസ്. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ വിഖ്യാതമായ പല ചിത്രങ്ങളും പകർത്തിയിട്ടുള്ള മിൽസിന് 2 തവണ ഫോട്ടോഗ്രഫിക്കുള്ള പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വേദിയിൽ ട്രംപ് പ്രസംഗിക്കവേ ഏതാനുമടി മാത്രം ദൂരെ നിന്നാണ് ഡഗ് മിൽസ് ഫോട്ടോകൾ പകർത്തിയിരുന്നത്. വെടിയൊച്ച കേൾക്കുന്ന സമയത്തും മിൽസ് ചിത്രങ്ങൾ എടുത്തുകൊണ്ടേയിരുന്നു. വധശ്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ന്യൂയോർക്ക് ടൈംസിന്റെ ഓഫീസിലേക്ക് ചിത്രങ്ങൾ അതിവേഗം അയച്ചു നൽകി 5 നിമിഷങ്ങൾക്കു ശേഷം എഡിറ്ററുടെ കോൾ മിൽസിനെ തേടിയെത്തി. മിൽസ് അയച്ച ചിത്രങ്ങളിലൊന്നിൽ ട്രംപിന്റെ തലയ്ക്ക് പിന്നിലൂടെ കടന്നുപോകുന്ന വെടിയുണ്ട കാണാമെന്നാണ് എഡിറ്റർ വിളിച്ചറിയിച്ചത്. മിൽസ് അമ്പരന്നു. ചിത്രങ്ങൾ അയക്കുമ്പോൾ അത് മിൽസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ലോക ഫോട്ടോഗ്രഫിയുടെ ചരിത്രത്തിൽ അതോടെ അത്ഭുതമായി മാറി മിൽസിന്റെ ചിത്രം. സോണി ഡിജിറ്റൽ ക്യാമറ സെക്കൻഡിൽ 30 ഫ്രെയിമുകൾ എന്ന നിലയിൽ സെറ്റ് ചെയ്താണ് മിൽസ് ഫോട്ടോകൾ എടുത്തിരുന്നത്. ഷട്ടർ സ്പീഡാകട്ടെ 1/8000 പ്രതി സെക്കൻഡും. അക്രമി ഉപയോഗിച്ചത് സെക്കൻഡിൽ 3200 അടി വേഗത്തിൽ ബുള്ളറ്റുകൾ സഞ്ചരിക്കുന്ന തോക്കായതിനാലാണ് വെടിയുണ്ടയുടെ ദൃശ്യം ലഭിച്ചത്. റിസർച്ച് ഡെസ്ക് 24.